സർ സിനിമ ഓഡിയൻസിന്റെ കൂടെ സൂപ്പർ ഫിലിം. അതായത് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി നല്ല രസമുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാം ഫ്രഷായിട്ട് എത്തി. ഇതാണ് യങ്സ്റ്റേഴ്സ് സിനിമ എന്ന് പറയുന്നത്. നല്ല എന്റർടൈനർ, നല്ല ഐ റിയലി ലവ് ദാറ്റ് ബോയ്. ഹീസ് ഡൺ എ സൂപ്പർ ജോബ്. സാറിന്റെ പടത്തിലെ കോമഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ടൈമിംഗ് ആയിരുന്നു ആ സന്ദർഭങ്ങളിൽ. അതല്ല, ഇത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹ്യൂമറാണ്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. നല്ല അറിഞ്ഞില്ല സിനിമ തീർന്നത്. ഭയങ്കര ഫ്രഷായിട്ട് തോന്നി സിനിമ. അതാണ് എൻ്റെ സത്യം. നസ്ലിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? അയ്യോ സൂപ്പർ. അതൊന്ന് കാണണം, കണ്ടിട്ടൊന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യണം. ഇതേ കാസ്റ്റിനെ വെച്ചിട്ട് ഒരു പ്രിയദർശൻ സിനിമയൊക്കെ പോസിബിൾ? നമ്മളൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞില്ല. ഇനി പുതിയ ആൾക്കാർ ഇതുപോലത്തെ നല്ല സിനിമകൾ എടുക്കട്ടെ. അതാണ് നമുക്ക് ഏറ്റവും ആഗ്രഹം. ഇനി ഞങ്ങളൊക്കെ ഇരുന്ന് കാണും. ഇനി എടുക്കലല്ല. തറവലി എൻജോയ് ചെയ്തു സിനിമ. ഓക്കെ, തറലി ബ്യൂട്ടിഫുൾ ഫിലിം, വണ്ടർഫുൾ ഫിലിം. അയ്യോ നമുക്ക് അതിനുള്ള കാര്യം. ഞാൻ ഈ സിനിമ കാണാൻ വന്നല്ലേ. അവിടെ നിർത്താം. വെറുതെ ഗംഭീര സിനിമയല്ലേ, നമ്മുടെ സിനിമയല്ലേ. ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ്, ഹിറ്റ്, ഫ്ലൈങ്, സൂപ്പർ. താങ്ക് യു. നല്ല ഫാമിലി ആയിട്ട് എല്ലാം കാണാൻ പറ്റിയ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ ഉണ്ടായിരുന്നു. പടം ഉണ്ടായിരുന്നു. പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ പടം എങ്ങനെയുണ്ടായിരുന്നു? സിനിമ ഉണ്ടായിരുന്നു ചേട്ടാ? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു? പടം എങ്ങനെയുണ്ടായിരുന്നു? സിനിമ എങ്ങനെയുണ്ടായിരുന്നു ബ്രോ? സിനിമ എങ്ങനെയുണ്ടായിരുന്നു?